പെസഹ പാൽ നമുക്ക് റെഡിയാക്കാം. ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാൽ നമുക്ക് പിഴിഞ്ഞ് മാറ്റാം. ഒന്നാം പാൽ നമുക്ക് ആദ്യമായിട്ട് കളക്ട് ചെയ്തെടുക്കാം. ഇതാ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഇതുപോലെ. അതിനുശേഷം രണ്ടാം പാലും കൂടി റെഡിയാക്കി വെക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ നമ്മളുടെ ചുക്കുമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ശർക്കരയാണ്. ഇനി എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ അരിയാണ്. അത് വറുത്ത് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഒന്നാം പാൽ തീയെ വെച്ച് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് ചുക്കും ജീരകവും ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാലാണ് കേട്ടോ. അതിന് 1/4 കപ്പ് ശർക്കര ഇട്ടിട്ടുണ്ട്. ഒരു ക്രോസ് ആക്കിയ കുരുത്തോല ഇട്ട് കൊടുക്കണം. നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന അരിയിൽ നിന്നും കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ പെസഹ പാൽ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാം. എല്ലാവർക്കും പെസഹയുടെ 1000 മംഗളാശംസകൾ.